ഈ യഹൂദനോട് വണങ്ങാൻ പറയും. യഹൂദൻ വണങ്ങോ? എല്ലാ ദൈവമക്കളും കേൾക്കണം, എല്ലാ ദൈവമക്കളും കേൾക്കണം. പണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ, ഒന്ന് ആരാണെന്നറിയാമോ? മോശ, മറ്റേത് അഹരോൻ. മോശയാ സഭയെ ഏൽപ്പിച്ചിരുന്നത്. ഒരു നാടൻ കഥ. മോശയ്ക്ക് ഇടയ്ക്ക് വിസ കിട്ടി, സീനായിപ്പായി. സഭ ആരെ ഏൽപ്പിച്ചു? അഹരോനെ ഏൽപ്പിച്ചു. എല്ലാവരും കേൾക്കണം. അഹരോനെ ഏൽപ്പിച്ചപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? ഒരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയാമോ? അഹരോൻ സഭയ്ക്കകത്ത് നിന്ന് ആദ്യ ആത്മാവിൽ സത്യത്തിലുള്ള ആരാധന മാറ്റി. ശലോമോൻ പാസ്റ്റർ എന്തുകൊണ്ട് ഇത് എന്താ കൊണ്ടുവച്ചത്? ആ യവൻ്റെ അകത്ത് എന്തുമായിരുന്നു? സ്വോത്രം. ശലോമോൻ്റെ അകത്ത് കാളക്കുട്ടിയായിരുന്നു. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അഥവാ യെരൂശലേം യഹൂദനോടുള്ള ബന്ധത്തിലകത്ത് യവൻ സത്യത്തിലും ആത്മാവിലും ആരാധന വിട്ടിട്ട് വിഗ്രഹത്തെ ഉണ്ടാക്കി ദൈവാലയത്തിൽ. മോശ തിരിച്ചു വന്നപ്പോൾ ഒരു സംഭവം കണ്ടു. സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ട ദൈവജനം കാളക്കുട്ടിയുടെ മുൻപിൽ കുമ്പിടുന്നു. വായിച്ചവർ എത്ര പേരുണ്ട് മനസ്സിലാക്കുന്നത്? അഹരോന്റെ അകത്തിരിക്കുന്ന വിഗ്രഹം. അന്ന് മോശ നിലവിളിക്കാൻ തുടങ്ങി. മോശ നിലവിളിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, മോശയെ, യഹോവയുടെ പക്ഷത്തുള്ളവർ നിന്റെ അടുക്കലേക്ക് വരാൻ കൽപ്പിച്ചു. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? കാളക്കുട്ടി അഹരോന്റെ അകത്തിരുന്ന വിഗ്രഹത്തിന്റെ ആരാധനയിൽ നിന്ന് അന്ന് രാത്രി മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ബാക്കി വീട്ടിൽ ചെന്ന് പുറപ്പാട് 32:26 വായിക്കണം. അന്ന് രാത്രിയിൽ പാളയത്തിനകത്ത് ഒരു സംഘർഷം നടന്നു. എത്ര പേർ ആരാധനയിൽ വീണു? പഴയ നിയമ വിഗ്രഹ ആരാധനയിൽ 3000 പേർ പട്ടു വീണു. കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. അതാ. എന്നാൽ പുതിയ നിയമസഭയിൽ പത്രോസിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും, കരമുയർത്തുന്നവർക്കായി. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അടിക്കുക. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കരങ്ങളിൽ. പെന്തക്കോസ് പെരുന്നാൾ വചനം വായിക്കുന്ന എത്ര പേർക്കറിയാം? 2900 പേരില്ല, 3100 പേരില്ല. പഴയ നിയമത്തിൽ ജാതീയ വിഗ്രഹാരാധനയിൽ 3000 പേർ പട്ടുവീണപ്പോൾ പുതിയ നിയമസഭയുടെ ആരാധനയിൽ 3000 പേർ കരമുയർത്തി കർത്താവിനെ രക്ഷിതാവായി. അവർ കലക്കവെള്ളത്തിൽ ചാടി, അവർ സ്നാനമേറ്റു, ദൈവസഭയോട് ചേർന്നു. ആ സഭയെ ചേർക്കുവാനാ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുന്നത് കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. ഇന്ന് രാത്രി യഹൂദൻ കേട്ടോ, അവൻ വിഗ്രഹത്തെ വണങ്ങത്തില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്, ബൈബിൾ. അതിനകത്ത് ഒരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 20:4 വായിക്കണ്ട. മേലാകാശത്തിലും കീഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴ് യാത് വെള്ളത്തിലും ഒരു വിഗ്രഹത്തെ വണങ്ങരുത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവർ റോബോട്ടിനെ വണങ്ങത്തില്ല. റോബോട്ടിനെ വണങ്ങാത്തവരെ അവർ വെട്ടിക്കൊല്ലും. 2, എതിർക്രിസ്തു ആര്? ഇന്നലെ ഞാൻ കേട്ടില്ലേ, സിറിയയിൽ നിന്ന് വരുന്നവനായ എതിർക്രിസ്തു. പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, എല്ലാവരും കേട്ടോണം. അവന്റെ പേര് അന്തിക്കോസ് എപ്പിഫാനോസ്. അവൻ ഒരിക്കൽ ഈജിപ്തിനെ ആക്രമിക്കാൻ പോയി. ഇസ്രായേലിൽ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല. അന്നൊരു കാര്യം നടന്നു. അവൻ തിരിച്ചു വന്നിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു. എന്താ ചെയ്തതെന്നറിയാമോ? ദൈവാലയത്തിൽ പന്നിയുടെ രക്തമൊഴിച്ചു. എല്ലാവരും കേൾക്കണം. അന്ന് പന്നിയുടെ രക്തം മാത്രമല്ല, വായ്ക്കകത്തെ യഹൂദന്റെ പന്നിയുടെ മുപ്പല്ലിക്കകത്ത് വായ്ക്കകത്ത് മാംസം കുത്തിക്കയറ്റി. ഇനി വരുന്ന സിറിയയിൽ നിന്ന് വരുന്ന എതിർക്രിസ്തു ഇന്നത്തെ ചുവന്ന പശുവിന് പകരം എന്തോ ചെയ്യുന്നറിയോ? ആലയത്തിനകത്ത് പന്നിയുടെ രക്തമൊഴിക്ക്. യഹൂദൻ ഇത് കുടിക്കത്തില്ല. യഹൂദൻ കുടിക്കത്തില്ല. പന്നിയുടെ മാംസം വായ്ക്കകത്ത് കയറ്റു. അവർ നിലവിളിച്ചോടുന്ന ഒരു കാലം വരാറായി. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ നിലവിളിക്ക്. അതുകൊണ്ട് എൻ്റെ യേശു പറഞ്ഞു, മത്തായി 23:37 വീട്ടിൽ ചെന്ന് വായിക്കണം. യെരൂശലേമേ, യെരൂശലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ കരമുയർത്തുന്നവർക്കായി നിന്റെ മക്കളെ മറച്ചു കാക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സില്ലായിരുന്നു. സ്വോത്രം. ആ കാലമായ യഹൂദന്റെ പീഡാകാലം. മോളൊരു വാക്ക് വായിക്കണം. മത്തായി 24:15-16. അന്ന് യഹൂദന്റെ ദൈവാലയത്തിൽ എന്ത് സംഭവിക്കുക? മത്തായി 24:15-16 വാക്യങ്ങൾ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത റോബോട്ട് സോബിയുടെ മൂത്ത ചേച്ചി ദൈവാലയത്തിൽ. അടുത്തത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ കാണുമ്പോൾ യഹൂദൻ. വായിച്ചട്ടെ. വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അടുത്ത വാക്ക്
അന്ന് യഹൂദയിലുള്ളവർ ഇസ്രായേൽ മക്കൾ നിലവിളിച്ചോടും. അന്ന് മലകളിലേക്ക് മലകളിലേക്ക് ഓടിപ്പോകും. ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ ഇടവേള. ഇന്ന് രാത്രി കേട്ടോണേ, യഹൂദൻ ജീവനും കൊണ്ടോടും. ഒന്ന്, അവൻ കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല. രണ്ട്, അവൻ പന്നിയുടെ രക്തം വായിക്കൊള്ളത്തില്ല. അന്ന് IS മിലിറ്ററി, ഇന്നും മലയാള മനോരമയിൽ IS ഇന്ത്യയിൽ കണ്ടോ, IS മിലിറ്ററി കളിക്കാവിളയിൽ ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊന്ന് സിറിയയിൽ കഴുത്തറത്ത മിലിറ്ററി അന്ന് എന്തോയും യഹൂദന്റെ കഴുത്തറത്ത് താഴെയിടും. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, സത്യവചനമായി ഇനി ഞാൻ മണ്ണടിക്കോണത്ത് വന്നില്ലെങ്കിൽ കേൾക്കണം. യഹൂദന്റെ ദൈവാലയത്തിൽ താമസമിന റോബോട്ടിനെ കൊണ്ടുവരാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി പറയണം, റോബോട്ട് യെരൂശലേമിന്റെ ദൈവാലയത്തിൽ വന്ന് സംസാരിക്കുന്നതിന് മുമ്പ് കാകളനാദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങാറായി. രണ്ട്, യഹൂദന്റെ രക്തം അവിടെ വീഴും. എതിർക്കശുവിന്റെ പട്ടാളക്കാർ അപ്പച്ചാമച്ചി ആ രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ മധ്യാകാശത്തിൽ കൊണ്ടുപോകുവാൻ മേഘങ്ങളെ തേരാക്കി എൻ്റെ കാന്തൻ ഈ തലമുറയിൽ വരാറായി. ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ആ ദിവസത്തെ പറ്റി യേശു പറഞ്ഞത് എന്താ? വായിക്കാം ഇടവേളയിലേക്ക്. യോഹന്നാന്റെ സുവിശേഷം 9:4 വാക്യങ്ങൾ വായിച്ചിട്ട് മോളെ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. മണ്ണടി കോണത്തിന് ഇതാ നിങ്ങളുടെ കൺവെൻഷന്റെ സന്ദേശം ഇന്ന് രാത്രി. എന്നെ അയച്ചവന്റെ പ്രവൃത്തി. അച്ചായ, അമ്മച്ചി, സഹോദര, സഹോദരി, കരം ഉയരുന്നില്ലല്ലോ. സ്തോത്രം. ഈ വർഷം നമ്മൾ ചെയ്യേണ്ടത്, കാലം ഇനി അധികമില്ല, ഒരു വ്യക്തിയോടെങ്കിലും യേശു രക്ഷകൻ എന്ന് പറയും. കരമുയർത്തുന്നവർക്കായി. പെന്തക്കോസ് അല്ല, ഞാൻ പെന്തക്കോസിന്റെ സന്ദേശമല്ല നിങ്ങളോട് പറയുന്നത്. എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരുടെ കൊലക്കളത്തിൽ മരണപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് കരം വെച്ച് അനുഗ്രഹിച്ചവൻ രാജാക്കന്മാരുടെ രാജാവായി വരും. സഹോദര, ഇന്ന് രാത്രി ആന്റണി പാസ്റ്റർ ദൗത്യമല്ല, സജു ചാത്തന്നൂരിൻ്റെ അല്ല, ശമുവേൽ പാസ്റ്റർ അല്ല, നിങ്ങളുടെ ദൗത്യവും കൂടെ ആയിരങ്ങളോടല്ല. ഈ വർഷം ഒരു തീരുമാനമെടുക്കണം. ഈ വർഷം ഇനി ഷെക്കേനയുടെ കൺവെൻഷനിൽ ഒരു വ്യക്തിയോടെങ്കിലും യേശു രക്ഷകനെന്ന് ഞാൻ പറയും. കരമുയർത്തുന്നവർക്കായി. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്വ്. ആ കാലത്തെ പറ്റി യേശു ഒരു വാക്ക് പറഞ്ഞു. മോള് വായിക്കും ഇടവേളയിലേക്ക്. വായിച്ചാട്ടെ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആ കരം ഒന്ന് ഉയർത്തിയാട്ടെ അമ്മാമ്മ. ഈ കാലഘട്ടത്തെ പറ്റിയ യഹൂദനോട് സ്വർഗം പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ പറയണം, ആ രാത്രി വെളിപ്പെടുന്നതിന് മുമ്പ് ഷെക്കേന കൺവെൻഷനിൽ കുഞ്ഞുങ്ങൾ പറയണം, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന ഇവിടുത്തെ ദൈവമക്കൾക്കോ കരമുയർത്തുന്നവർക്കായി നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു പൊഴുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടാറായി. മണ്ണടിക്കോണമേ ആലിക്കോടെ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. വിശ്വസിക്കുന്നവർക്കായി നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. കൺവെൻഷന്റെ 2-ാമത് രാത്രി വീട്ടിനകത്തോ റോഡിനകത്തോ തെരുക്കോണിനകത്തോ ആട്ടോയ്ക്കകത്തോ ഇരുന്നു കൊണ്ട് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യേശു പരമയാഗമായെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വായി കൊണ്ട് ആരേറ്റു പറയുന്നു, ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. നിന്നെ ചേർക്കുവാൻ യേശു വരാറായി. ആത്മാവ് സഭകളോട് പറയുന്ന ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ബായോ ബഗനോ ആജ് रात को ऐसी आवाज सुनने वाला है. आप लोग किधर भी बैठेगा, आप लोग दूसरा दिन में ये आवाज सुननेगा, किधर भी जाने का नहीं. आप ये आवाज सुनना चाहिए. इसी 2000 साल पहले परमेश्वर उनका बच्चा यीशु मसीह को धरती में भेज दिया. आपका पाप का परिहार के लिए कालवरी का पहाड़ का अंदर वो मृत्यु किया. उनका एक आदमी आका एक चाकू उनका दिल का अंदर मारा. 6 लीटर 6 लीटर खून उसका दिल से निकल गया. उनका खून से मेरे को सफाई करेगा. किसी भाई बहन हाथ उठाएगा, इसी रात को आपका नाम वो परमेश्वर का किताब में डालेगा. परमेश्वर का किताब में डालने वाला को पकड़ने के लिए दोबारा मेरा यीशु फिर भी आएगा. കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കൂ, എന്തിനാ ഭാഷ ഹിന്ദി പറയുന്നത്? കഴിഞ്ഞ ദിവസം നിങ്ങൾ കേൾക്കണോ? പിന്നെ എറണാകുളത്തിനകത്ത് പിറവത്താൻ ഞാൻ പ്രസംഗിക്കാൻ പോയ ഏറെ ദൂരെ യാത്ര ചെയ്ത് IPCയുടെ കൺവെൻഷൻ. ഞാൻ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് 2 ചായ കുടിച്ചു. കടയിൽ മൊത്തം നോക്കിയപ്പോൾ ഹിന്ദിക്കാർ. ഞാൻ ആ ചേട്ടനടുത്ത് ചോദിച്ചു, സ്വോത്രം ചേട്ടാ
ഇത് ഇവിടെ മൊത്തം ഹിന്ദിക്കാരെന്നോ. അദ്ദേഹം പറഞ്ഞു എവിടെ വന്നേ? ഞാൻ പറഞ്ഞു പ്രസംഗിക്കാൻ വന്നേ. അയ്യോ പാസ്റ്ററെന്നോ, ഇവിടെ മൊത്തം ഹിന്ദിക്കാരാ. സ്വത്രം. ഞാൻ അന്ന് രാത്രി 2 ദിവസം ഞാനാ പ്രസംഗിക്കട്ടെ. അന്ന് രാത്രി ഞാൻ നല്ലതുപോലെ കുറച്ച് വാചകം ഹിന്ദി പറഞ്ഞു. യോഗം കഴിഞ്ഞ് പാട്ടുപാടി ആശീർവാദം കഴിഞ്ഞപ്പോൾ 8 ഹിന്ദിക്കാരനെ കാണാൻ വന്നിട്ട് ചോദിക്കുക, അമാരയിലെ കോൻ ബാത് കിയ, ഞങ്ങൾക്ക് വേണ്ടി ആരാ സംസാരിച്ചതെന്ന്. സ്വത്രം. ഞാൻ പറഞ്ഞു അമ്മനെ ബാത് കിയ. ഞാൻ പറഞ്ഞു നാളെയും വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു വളരെ അത്യാവശ്യം എവിടുന്നെങ്കിലും ഹിന്ദി ബൈബിൾ കൊണ്ടുവരുന്ന അവന്മാർ നാളെയും വരുമെന്ന്. പിറ്റേന്ന് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ 16 ഹിന്ദിക്കാരെന്നെ കാണാൻ വന്നു. യേശു മശിഹ പാപത്തിൻ്റെ പരിഹാരത്തിന് അറുക്കപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 16 പേർക്കും ബൈബിൾ കൊടുത്ത് ആന്റണി പാസ്റ്ററെ, ആയിരങ്ങളുടെ രക്ഷയ്ക്കായിരിക്കും നമ്മുടെ ഒരു വാക്ക് കൊണ്ടായിരിക്കും ഒരു പാപി മാനസാന്തരപ്പെടുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സഹോദര സഹോദരി, ഇന്ന് രാത്രി വചനം കേട്ട് നീ എങ്ങ് ഓടിപ്പോകാതെ നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് കാൽവറിയിൽ പരമയാഗമായെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കുക? അവരെ ചേർക്കുവാൻ യേശു വരാറായി. യെരുശലേമിൻ്റെ ദൈവാലയത്തിനകത്ത് സാത്താൻ്റെ പ്രതിമ റോബോട്ടിൻ്റെ മൂത്ത ചേച്ചി വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും. IS-ന്റെ പട്ടാളക്കാർ വന്ന് യഹൂദൻ്റെ കഴുത്തറത്ത് രക്തം താഴെ വീഴുന്നതിന് മുമ്പ് ചങ്കിലെ ചോരയാൽ പാലിയോട് മാലിക്കോട് അത് കഴിഞ്ഞിട്ട് മണ്ണടിക്കോണത്തെ ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ആലിക്കോട് ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തോടായി മാറ്റാൻ. അതുകൊണ്ട് 10 പതിറ്റാണ്ടുകളായി ശംഭുൽ പാസ്റ്റർക്ക് അറിയാം. അതുപോലെ ഈ ഷക്കീനയിലെ കുഞ്ഞുങ്ങൾ 100 കണക്കിന് സ്ഥലങ്ങളിൽ യേശുപ്പച്ചനെ ഉയർത്തുവാൻ ഈ മക്കളെ ദൈവം ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ പണമല്ല വലുത്, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രോത്സാഹനവും ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉയർത്തട്ടെ. അനന്തര സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാഥ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. ഇൻ്റർനെറ്റ് മർഡറും യെരുശലേം ദൈവാലയത്തിൽ റോബോട്ടിൻ്റെ പ്രതിമയും വണങ്ങാത്ത യഹൂദനെ കൊല്ലുന്ന പാപികാല സംഭവങ്ങൾ കേട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ഇലക്ഷനിൽ ആദരണീയനായ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു, 6G അല്ല വരുന്നു 9G. ലോകം അസ്തമിക്കാറായി. ഇനി ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. 9G ഇൻ്റർനെറ്റ് വരുമോ? ബൈബിളും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും വായിക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചോണം. ഇതെല്ലാവരും എടുക്കണം. 9G ഇൻ്റർനെറ്റ് ഇത് വഴിയുമ്പോൾ ഈ രാത്രിയിലെ സന്ദേശം അവസാനിക്കും. ബാക്കി നാളെ. വെളിപ്പാട് 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചട്ടെ. വെളിപ്പാട് 11:2-3 വായിക്കാം. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം, ആലയത്തിന് പുറത്തുള്ള യെരുശലേമിന്റെ ദേവാലയം പണിയും അതിന്റെ പുറത്തുള്ള പ്രാകാരം കേട്ടോണേ, അളക്കാതെ വിടുക. അളക്കാതെ വിടുക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ജാതികൾ വന്ന് അവിടെ ചവിട്ടും. ഇനി അടുത്ത കാര്യം വായിക്കണം. അടുത്ത വാക്ക്. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. 42 മാസം സഭയെടുത്താൽ 3.5 വർഷം എതിർക്രിസ്തു ആലയം പണിതിട്ട് യഹൂദനല്ലാത്ത ജാതികൾ മുഴുവൻ യെരുശലേം ചവിട്ടും. അടുത്തത് ആ കാലഘട്ടത്തിൽ അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. എന്തിനു വേണ്ടി വരം നൽകും? വായിക്കാമള്. അവർ രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം 3.5 വർഷം അവര് ഇസ്രായേലിന് വേണ്ടി പ്രവചിക്കും. വായിച്ചാട്ട് മക്കളെ. പ്രവചിക്കും. അടുത്ത വാക്ക്. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ മതി. അവിടെ നിൽക്കട്ടെ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇനി 9Gയിലേക്കാ വരുന്നത്. മോള് 11:7 എടുത്തോണം. എന്താ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുമ്പോൾ 2 സാക്ഷികൾ എല്ലാവരും കേൾക്കണം. ഇതാ 9G ഇന്റർനെറ്റ്. 2 സാക്ഷികൾ യഹൂദന്റെ മാനസാന്തരത്തിന് വേണ്ടി വരും. അവിടെ നിൽക്കട്ടെ. ആരൊക്കെയാ വരുന്നത് ഇന്ന് രാത്രി കേൾക്കണം. ബൈബിളിനകത്ത് ഒത്തിരി ചിന്താഗതികളുണ്ട്. ചിലർ പറയുന്ന മോശയാ, ചിലർ പറയുന്ന ഏലിയാവ. ഇവിടെ എല്ലാവരും കേൾക്കണം. ഒരാൾ ഏലിയാവ, മരണം കാണാതെ കാറ്റുകളിനകത്ത് ചുഴലിക്കാറ്റിലെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഏലിയാവ്. അത് അതിൽ തന്നെ ഉണ്ട്. ഏലിയാവ് തന്നെ വരും. ഇന്ന് ബൈബിൾ പഠിപ്പിക്കുന്നവരിൽ 2 പേര് പറയുന്നു. ചിലർ പറയുന്നു മോശയാ, ചിലർ പറയുന്നു ഹാനോക്ക്. ഇവിടെ നല്ല വചനം പഠിക്കുന്ന അമ്മച്ചിമാരും സഹോദരന്മാരും ഇരിപ്പുണ്ട്. മോശയല്ല വരുന്നത്. അതിൻ്റെ പ്രത്യേകത പഴയ നിയമത്തിൻ്റെ വിമോചകനായിരുന്നു മോശ. നിങ്ങൾ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കണം. അവൻ ഇസ്രായേലിൻ്റെ മക്കളെ പുറപ്പെടുവിക്കുന്നു. സ്വർഗം മോശയോടൊരു കാര്യം പറഞ്ഞു, പാറയോട് കൽപ്പിക്കാൻ. പക്ഷേ മോശ ഒരു കഴപ്പം കാണിച്ചു. ഈ ജനത്തിൻ്റെ പിറുപിറുപ്പ് കണ്ട് കയ്യിലിരുന്ന വടിയെടുത്ത് എന്തോ ചെയ്തെന്നറിയാമോ? പാറക്കിട്ട് അടി കൊടുത്തു. കോരിന്ത്യ ലേഖനം വരുമ്പോൾ ആ പാറ ക്രിസ്തു, ആ ആത്മീയ പാറയല്ലോ നമ്മ വഴി നടത്തി
നടത്തിയത് ആ ആത്മീയ പാറയിൽ നിന്നല്ലോ നാം പാനം ചെയ്തത്. അപ്പം മോശയെ കൽപ്പന ലംഘിച്ചത് കൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? എല്ലാവരും കേൾക്കണം. വാഗ്ദത്ത കനാനി കൊണ്ടുപോയില്ല, സ്വർഗം പിസ്കാ കൊടുമുടിയിൽ കൊണ്ടുവന്ന് നമ്മുടെ അമ്പൂരി മലയിൽ കൊണ്ടുവന്നിട്ട് കാട്ടാക്കടയും കള്ളിക്കാടും കാണിച്ചോല് മോശയെ കാണിച്ചു. മോശ മരണപ്പെട്ടെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മോശയുടെ ശവശരീരം ബേത്ത് പെരിയോറിന് താഴെയിൽ ഒരു താഴ്വരയിൽ അടക്കി. അപ്പം മോശയുടെ ശവശരീരം എന്താ പാളയത്തിൽ വിട്ടുകൊടുക്കാഞ്ഞ്? എല്ലാവരും കേൾക്കണം. മോശയുടെ ശവശരീരം വിട്ടുകൊടുത്താൽ 40 വർഷം ഇസ്രായേൽ മക്കളെ നടത്തിയവനാ മോശ. 40 വർഷം ഇസ്രായേൽ മക്കളെ നടത്തിയ മോശയെങ്കിൽ അവരുടെ ശരീരം വിട്ടുകൊടുത്താൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇവിടുന്ന് കന്യാകുമാരി മുതൽ നമ്മുടെ കുരിശുമല തൊട്ട് മലയാറ്റൂർ വരെ കുരിശടി അങ്ങ് പണിയും. സന്തോഷമില്ലല്ലോ, കരമുയരുന്നില്ലല്ലോ. അപ്പം ദൈവമാര് അവൻ്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം. മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് വാദിച്ചു. പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വോത്രം, ശവശരീരം വേണം. അപ്പോൾ ഇവൻ കൽപ്പന ലംഘിപ്പിച്ചാണ്. മീക്കായേൽ ഇറങ്ങി വന്നു. മീക്കായേൽ ഇറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞ? പിശാചിനെ ഭത്സിച്ചു. യൂദായുടെ ലേഖനം. പിന്നെ ഈ മോശയുടെ കാര്യം പറയുമ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒസാമ ബിൻ ലാഡൻ എന്ന് പറയുന്ന അൽ ഖൈദയുടെ നേതാവ്, അവൻ ജനിച്ചത് എവിടെ? സൗദി അറേബ്യയിലാണ്. വളർന്നത് തോറ ബോറ അഫ്ഗാൻ. അവസാനം അവനെ തട്ടിയത് പാകിസ്ഥാൻ. ഈ 3 പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അമേരിക്ക അവനെ കൊല്ലുമ്പോൾ പാകിസ്ഥാനി വെച്ചാൽ കൊന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷുകാരന്മാർ ബുദ്ധിയുള്ളവനാ. ആ ശരീരം സൗദിക്കും കൊടുത്തില്ല, അഫ്ഗാനും കൊടുത്തില്ല, പാകിസ്ഥാനും കൊടുത്തില്ല. ഇവിടെ എവിടെങ്കിലും കൊണ്ടുപോയാൽ ഒരു കല്ലറ പണിഞ്ഞാൽ എല്ലാവരും അവിടെ ചെല്ലും. അതിന് ഇംഗ്ലീഷുകാർ ഒരു പണി ചെയ്തു. ഒസാമ ബിൻ ലാഡൻ്റെ ശവശരീരം കടലിനകത്ത് കെട്ടിത്താഴ്ത്തി. അവിടെ പിന്നെ ആരും പോയി കടലിൽ കുരിശടി പണിയത്തില്ലല്ലോ. പിന്നെ മോശ എവിടെ? കേട്ടോണേ, മോശയുടെ ശവശരീരം കിട്ടിയാൽ നമ്മുടെ KP യോഹന്നാൻ മെത്രാപ്പോലീത്തയായിട്ട് കഴിഞ്ഞ മെയ് മാസം 4-ാം തീയതി കണ്ട് മരിച്ചത് അമ്മാമേ. 14 ദിവസമായിട്ട് പാപത്തിനെ ഇങ്ങനെ നീട്ടിച്ചുകൊണ്ട് നടക്കുക. ഇതാ ക്രിസ്ത്യാനികൾ. മിണ്ടുന്നില്ലല്ലോ. യേശു മരിച്ചപ്പോൾ അവൻ്റെ ശരീരം കാൽവറിയിൽ നിന്നെടുത്ത് അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയെ കൊണ്ടടക്കി. ഇന്നത്തെ ക്രിസ്ത്യാനികൾ കാണണം, മാനത്തോടിരിക്കുന്ന KP യോഹന്നാൻ തിരുമേനിക്ക് എല്ലാ റെസ്പെക്റ്റും കൊടുക്കുക. അദ്ദേഹത്തെ അമേരിക്ക അടക്കിയെന്ന് വിചാരിച്ചെന്തോ? ഈ 14 ദിവസം മരുന്നും കുത്തി ഈ നാട് നീളെ കൊണ്ട് നടക്കേണ്ട കാര്യം എന്തോ? യേശുവിന് കാൽവറിയിൽ നിന്ന് ആ ശവശരീരം എടുത്തിട്ട് അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിലടക്കി. ക്രിസ്ത്യാനികളെ മാനസാന്തരപ്പെട്. ഹൈന്ദവൻ ഇത്രയും വിശ്വാസമില്ല. അവൻ ഒരു ദിവസത്തിൽ കൂടുതൽ ഡെഡ് ബോഡി വെക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി, അത് മുസ്ലിം സഹോദരങ്ങളാകട്ടെ, 1 അല്ല 2-നപ്പുറം ശലോമൻ പാസ ഏത് വലിയ പുള്ളിയായാലും അവരടക്ക്. ഇന്ന് കുറച്ച് പണവും അധികാരവും വന്നപ്പോൾ ഇതാ ബൈബിൾ പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ കരമുയരുന്നില്ല. വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്ര. അദ്ദേഹം എവിടെ വെച്ചോ മരണപ്പെടട്ടെ. അദ്ദേഹം എവിടെ കല്ലറയിടലക്കിയാലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവൻ ഗംഭീരനാഥത്തിൽ എടുക്കപ്പെടുമെങ്കിൽ ഇനി തിരുവല്ലായി തന്നെ അടക്കണോ? കണ്ടോ, മഹത്വമാർക്ക്? ദൈവത്തിനല്ല, മനുഷ്യന്. ഇതാ ലോകം തീരാറായി. ഈ ഭൂമിയെ നീ വെച്ചുകൊണ്ടിരിക്കല്ലോ കേട്ടോ. കൈവിടപ്പെട്ടു പോയാ. ഇന്ന് പലരും ആ അടക്കത്തെ കണ്ട് പലരും എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇനി വരാൻ പോകുന്ന തിരുമേനിമാരും ഇതൊക്കെ തന്നെയാന്ന്. സന്തോഷമില്ലല്ലോ. പെന്തിക്കോസിലെ പാസ്റ്റർമാരും ദൈവം കൊടുത്ത കാഴ്ചപ്പാട് മാറ്റി ലോകത്തിൻ്റെ വഴിക്കകത്ത് പോയി വീടും കാറും കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ നേടി, ഭദ്രാസനവും സിംഹാസനവും നേടി. ഒരുവൻ സർവ്വലോകവും നേടിയാലും കരമുയരുന്നില്ലല്ലോ അമ്മാമേ. അവസാനം ഭക്തന്മാരുടെ മരണ യഹോവയ്ക്ക് വിലയേറിയതാ. വചനം വിട്ടപ്പോൾ യോഹന്നാൻ തിരുമേനി എങ്ങനെ മരിച്ചെന്ന് വീട്ടുകാർക്കും അറിയത്തില്ല, നാട്ടുകാർക്കും അറിയത്തില്ല. ചിലർ പറഞ്ഞ് തട്ടിക്കളഞ്ഞു, ചിലർ പറഞ്ഞ് കാറിന് മുമ്പ് ചാടി. ഇന്ന് രാത്രി ഈ ഓൺലൈനിൽ കാണുന്ന തിരുമേനിമാര്, പാസ്റ്റർമാര്, സഭാ നേതാക്കന്മാര്, പെന്തിക്കോസിൻ്റെ മുതലാളിമാര് മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കൂട്ടിനകത്ത് നിങ്ങളും കയറും. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ബൈബിളിനകത്തൊരു കാര്യമുണ്ട്, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. സ്വോത്രം. കൊച്ചു കുഞ്ഞപ്പി ഉപദേശി, വലിയ കുഞ്ഞപ്പി ഉപദേശി. കേൾക്കണോ? ഒരു മിനിറ്റ് കേൾക്കണം. മൂത്താമ്പിളാക്കൽ ഉപദേശി. സ്വോത്രം. അദ്ദേഹം മരിക്കാൻ തുടങ്ങിയപ്പോൾ ആരാണ്ടൊക്കെ വന്ന് ഏതൊക്കെയോ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്തോന്നറിയോ? ആരും വേറെ കാര്യം പറയരുത്, എന്നെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. കണ്ടോ ഭക്തന്മാരുടെ മരണം. മൂത്താമ്പിളാക്കൽ ഉപദേശം മരിക്കാൻ നിന്നപ്പോൾ അദ്ദേഹത്തിന് ദൈവ സാന്നിധ്യം ഇറങ്ങി. അദ്ദേഹം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോകാറായി, എന്നെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. ഇതാ ഭക്തന്മാരുടെ മരണമല്ല. കാറിൻ്റെ മുമ്പിൽ ചാടിയും സ്വോത്രം, അല്ലെന്നുണ്ടെങ്കിൽ സ്വത്തിന് വേണ്ടി തള്ളിയിടാനൊന്നും നിൽക്കത്തില്ല. മാനസാന്തരപ്പെട് ക്രിസ്ത്യാനി. 14 ദിവസം ഒരു
ഡെഡ് ബോഡി ഇത്രയും കൊണ്ട് നടന്ന് എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാനും കേട്ടിട്ടുണ്ട്, ഞാൻ വളരെ സ്നേഹിക്കുന്ന പാട്ടും പാടിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ അദ്ദേഹത്തിന് അമേരിക്ക ചർച്ചുണ്ട്, സെമിത്തേരി ഉണ്ട്, അവിടെ അടക്കിയ പോരെ നാട്ടുകാരെ മുഴുവൻ കാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വില പോലും ഇടിച്ചു കളഞ്ഞു. നമുക്ക് വേണ്ടി കാൽവറിയിൽ അവസാനമായി പരമയാഗമായ നാഥന് കാൽവറിയിൽ നിന്ന് കെട്ടിയിട്ട് അരിമത്യാക്കാരനായ യോസഫിൻ്റെ പുതിയ വെട്ടിയ കല്ലറയിൽ അടക്കിയെങ്കിൽ ഇന്ന് യേശുവിൻ്റെ ഭക്തന്മാരെ നാടും കാണിച്ച് വീടും കാണിച്ച് നഗരവും കാണിച്ച് കപ്പേളയും പണിഞ്ഞു കൊണ്ടുവന്ന ക്രിസ്ത്യാനിയെ നീ മടങ്ങി പോ. സ്തോത്രം. അതുകൊണ്ട് മോശയുടെ ശവശരീരം ആർക്കും കൊടുത്തില്ല, സ്വർഗം അടക്കി. അപ്പോൾ സ്വർഗം എന്താ? സ്നേഹമില്ലാത്തവനെന്നോ? എല്ലാവരും കേൾക്കണം. എന്താ ഇതെന്നറിയാമോ? മറുരൂപമല. കേട്ടവരെന്ന് കരമുയർത്തിയാട്ടെ. സ്തോത്രം. മറുരൂപമല. അവിടെ ഒരു കാര്യമുണ്ട്. ഇതാ മരണാനന്തര ജീവിതം. യേശു ശിഷ്യന്മാരുമായി പോയി. അപ്പോൾ മിന്നി വിളങ്ങുന്ന വെളിച്ചത്തിനകത്ത് രണ്ടുപേരിറങ്ങി വന്നു. ഒന്ന്, മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ്. രണ്ട്, മരിച്ച് അടക്കപ്പെട്ട മോശ. കരമുയർത്തുന്നവർക്കായി സ്തോത്രം. ഇതാ മരണാനന്തര ജീവിതം, മറുരൂപമല. മരണം കാണാതെ എടുക്കപ്പെട്ടവനും നിത്യതയിൽ, അങ്ങനെയെങ്കിൽ മരിച്ചവനും നിത്യതയിൽ. അതുകൊണ്ട് മോശയല്ല വരുന്നത്. ആരാ വരുന്നതെന്നറിയാമോ? ഹാനോക്ക്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, പിന്നെ അവനെ കണ്ടില്ല. കരമുയർത്തുന്നവർക്കായി ഇതാ ബൈബിൾ പഠിക്കണം. എബ്രായ ലേഖനം 9:26-27. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇനി വരുന്ന രണ്ട് സാക്ഷികൾ വരും. ആർക്കാ? നമ്മക്കല്ല, യഹൂദൻ്റെ വിടുതലിന് വേണ്ടി. പണ്ടത്തെ കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് SLCക്ക് ഇന്ന A+++, അന്നത്തെ മാർക്ക് 210. പലരും 200 മാർക്ക് മേടിക്കും. അപ്പോൾ അധ്യാപകർ ഈ സൂപ്പർവേഷൻ നിൽക്കുന്ന പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന നമ്മൾ പേപ്പർ വാല്യുവേഷൻ നിൽക്കുമ്പോൾ അവിടുത്തെ മെയിൻ സാറിനോട് ചോദിക്കുക, സാറേ ഒരുത്ത 203 മേടിച്ച് 7 ഇട്ടങ്ങ് ജയിപ്പിച്ചാലോ? സന്തോഷമില്ലല്ലോ? സ്തോത്രം. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ശലോമോൻ പാസ്റ്റർക്കറിയാം. അതുപോലെ നമ്മുടെ രക്ഷയ്ക്കല്ല, യഹൂദൻ്റെ രക്ഷയ്ക്ക് വേണ്ടി രണ്ട് സാക്ഷികൾ യെരുശലേമിൽ വരും. അവർ 1260 ദിവസം പ്രവചിക്കും. അതാ 9G ഇൻ്റർനെറ്റ്. ഇനി മോള് വായിക്കണം. അവരെ ആര് കൊല്ലും? ലോകം കാണും. 11, 7, 8, 9, 10, 11, 12. നിർത്തി വായിച്ചോട്ടെ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം അടുത്ത വാക്ക്, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. എതിർക്കസു. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അടുത്തത് അവരുടെ ജഡം ഇവിടെ കിടക്കും. അതാ 9G. വായിച്ചോട്ടെ മോളെ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോമെന്നും മിസ്രയീം എന്നുള്ള പേരുള്ളതായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. രണ്ടുപേരുടെ ശവം കിടക്കും. മോൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താട്ടെ. സ്തോത്രം. കർത്താവ് ഗദസമനയിൽ പിടിക്കപ്പെട്ടു, ഗബദായിൽ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗം. ആ മല കാൽവറി മല. താഴ്പ്പ പേര് വായിച്ചേക്കുന്നു. അത് മിസ്രയീം, സോദോം. ഇന്ന് അവിടെ സ്വവർഗരതിക്കാരുടെ കേന്ദ്രമായി കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം. അതിൻ്റെ പേര് ലെസ്ബിയൻ ഗൈ മാരേജ്. ലോകത്തിലെ സ്വവർഗരതിക്കാരുടെ തലസ്ഥാനമായി ഇന്നത്തെ ജെറുസലേം. അതുകൊണ്ട് ആ ഹമാസ് രാവിലെ ആക്രമണം നടത്തിയപ്പോൾ കടൽ തീരത്ത് നിശാ പാർട്ടി നടത്തിക്കൊണ്ടത് 400 എണ്ണത്തിനെ വെട്ടിക്കൊന്നു കളഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് സ്വവർഗരതിക്കാരുടെ കേന്ദ്രം. നിങ്ങളുടെ മൊബൈൽ പറയാൻ വിഷമമുണ്ട്. ലെസ്ബിയൻ ഗൈ പരേഡ് അടിച്ചാൽ ആദ്യം വരുന്ന ഇസ്രയേല. കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ഇന്ന് ആത്മീയമായി തകർന്ന സോദോമിനകത്ത് അവരുടെ ശരീരം കിടക്കുന്നത് കാണും. ഇനി ആ 9G മോള് വായിക്കണം. മോഡി സാറ് 60, ബൈബിൾ 9G. മോള് വായിച്ചട്ടെ. അടുത്ത വാക്യം. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ഇത്രയും പേര് യെരുശലേമിൽ കിടക്കുന്ന ശവം ലോകം മൊത്തം കാണണമെങ്കിൽ ഇവിടെ വരുന്നു 9G ഇൻ്റർനെറ്റ്. കരമുയർത്തിയാട്ടെ. ബൈബിള് ക്ലിയർ ആയോ? ഇന്ന് രാത്രി 262 രാഷ്ട്രങ്ങൾ, 850 കോടി. കുറേ പേർ കർത്താവിൻ്റെ വരവിൽ, കുറേ പേർ ഇവിടെ മരിച്ചു വീഴും. അതിനുശേഷം ബാക്കിയുള്ളവർ യെരുശലേമിൽ കിടക്കുന്ന ശവം കാണണമെങ്കിൽ ഇവിടെ വരണം. 9G ഇൻ്റർനെറ്റ്. മോഡി സാർ ഇപ്പോൾ 5G കൊടുത്തു. ഇനി അടുത്ത ഇലക്ഷനിൽ ജയിച്ചാൽ 60 പറയുന്നു. എന്നാൽ ഞങ്ങളുടെ ബൈബിൾ പറയുന്നു 9G അതിവേഗ ഇൻ്റർനെറ്റ്. അവരുടെ ശവം അവിടെ കിടക്കുന്നത് ലോകം കാണുമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? കരമുയർത്തുന്നവർക്കായി ഇതാ ഇവിടെ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും യൂട്യൂബും വരുന്നതിന് വിട്ട് ബൈബിളിനകത്ത് അതാ ഓൺലൈൻ ലോകം. ഇനി ഒരു കാര്യം കേൾക്കണം.
മുകളിൽ വാക്യം കൂടെ വായിക്കണം. എബ്രഹാം ലിങ്കൺ പണ്ട് മരിച്ചപ്പോൾ ലോകമറിഞ്ഞത് 3 മാസം കഴിഞ്ഞതിന് ശേഷം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ രാവിലെ എന്തോ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത, ശ്രീലങ്കയുടെ തലയിൽ MLA തലയിൽ ഉണക്കത്തേങ്ങ വീണു. ഫ്ലാഷ് ന്യൂസ്. കരം ഉയരുന്നില്ലല്ലോ. ശ്രീലങ്കയിൽ MLA നടക്കാൻ പോയപ്പോൾ ഉണക്കത്തേങ്ങ വീണ ഫ്ലാഷ് ന്യൂസ് ഏഷ്യാനെറ്റ്. ലോകം എവിടം വരെ എത്തി? ഇന്നത്തെ ഓൺ ലൈവിലെത്തി. ഇനി അടുത്ത കാര്യം, ആ ജഡം 3.5 ദിവസം അവിടെ കിടക്കും. ഇനി അടുത്ത സംഭവം ഈ തലമുറയിൽ കർത്താവ് വരാൻ പോകുന്നു. 9G ഇന്റർനെറ്റ്. അടുത്ത വാക്യം മോള് പടപട വായിച്ചാട്ടെ. അവരുടെ ശവം കല്ലറയിൽ വെക്കാൻ സമ്മതിക്കുകയില്ല. ആന്റി ക്രൈസ്റ്റും പടയാളികളും അവരുടെ ശവം കല്ലറയിൽ വെക്കാൻ അനുവദിക്കത്തില്ല. ഇവിടെ വചനം പഠിക്കുന്ന കുറെ പേരുണ്ട്, കേൾക്കണം. കല്ലറയിൽ വച്ചാൽ ശവം ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യത. അഥവാ ലാസറിന്റെ കല്ലറയിൽ യേശു വിളിച്ചു, ലാസറേ ലാസറേ പുറത്തു വരിക. അവൻ ഉയർത്തെഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് യേശുവിനെ കല്ലറയിൽ വെച്ചു. പരിശുദ്ധാത്മ ശക്തിയിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഈ ശവം കല്ലറയിൽ വെക്കാതെ ഇവർ കൂടി നിന്ന് വെടിപൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് ചക്കരയും മുട്ടായിയൊക്കെ തിന്നുമെന്ന്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് ഇസ്രായേൽ മക്കൾക്ക് സുവിശേഷം പറഞ്ഞത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് അവരാ കൈവിടപ്പെട്ട സഭ. ഒന്ന്, സത്യസഭ കാന്തന്റെ വരവിലെടുക്കപ്പെടും. മറ്റേ സഭയ വചനമില്ലാതെ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടം, കൈവിടപ്പെട്ട സഭ. ഇന്ന് രാത്രി ആ കൈവിടപ്പെട്ട സഭയിലുള്ളവർ ഇത് കണ്ട് ലോകം മുഴുവൻ സന്തോഷിക്കും. ആ സമയത്ത് വായിക്കാം. സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തേക്കുകയും ചെയ്യും. എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കും. നമ്മൾ കല്യാണത്തിന് പോകുന്ന റെഡിമെയ്ഡ് ഡ്രസ്സ് കൊടുക്കും, കേക്ക് കൊടുക്കും. ദാണ്ടെ 2 പടയാളികളെ വെട്ടിക്കൊന്നു. ഇവരുടെ ജഡ എവിടെ കിടക്കുന്ന, ഇവരുടെ കർത്താവ് എവിടെ? ഞങ്ങൾ കല്ലറ വെക്കത്തില്ല. ഇവർ നൃത്തം ചെയ്യും. അന്ന് ഒരു സംഭവം നടക്കും. അതെല്ലാം ലോകം കാണും. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. 9G ഇന്റർനെറ്റ് വായിക്കാം. ആ സംഭവം എന്താ? വായിച്ചിട്ട് മോളെ അടുത്തത്. 3.5 ദിവസം കഴിഞ്ഞ ശേഷം 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് ഉയരത്തിൽ നിന്ന് ജീവശ്വാസം വരും. അടുത്തത്, അവർ കാൽ ഊന്നി നിന്നു. അവരെ കണ്ടവർ കാൽ ഊന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. അവിടെ നിൽക്കട്ടെ മോള്, വാക്യം മാറ്റല്ലേ കേട്ടോ. ആരാ നമ്മുടെ കർത്താവ്? എത്യോപ്യയുടെ മണ്ണിനകത്ത് ആദവന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ചലിക്കുന്ന ദേഹിയായെങ്കിൽ ആ ലാസറിന്റെ കല്ലറയിൽ വന്ന് ലാസറേ ലാസറെ പുറത്തു വരിക പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നതുപോലെ നാറ്റം വച്ച 2 സാക്ഷികൾ കാലൂന്നി നിൽക്കും. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റാൽ ഇന്ന് രാത്രി ഞാനിവിടെ കൺവെൻഷൻ പ്രസംഗിക്കുക. ഞാനിവിടെ അടുത്ത് കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നു. സ്വോത്രം. പാറശാലയിൽ നമുക്ക് പരിചയമുള്ള ഒരു രാച്ചായ മരിച്ചുപോയി. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ശലോമൻ പാസ്റ്റർ അവിടെ ഉണ്ട്, നമ്മുടെ ആൻ്റണി പാസ്റ്റർ ഉണ്ട്. അവിടുത്തെ ദൈവദാസന്മാർ എനിക്ക് സമയം തന്നു മരണ വീട്ടിൽ 4 വാക്ക് പറയാൻ. ഞാൻ പറഞ്ഞു, പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? നല്ല വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശവപ്പെട്ടിന്ന് മരിച്ച അച്ചായൻ പെരിയ തലപൊക്കി എഴുന്നേറ്റു. സ്വോത്രം. ആൻ്റണി പാസ്റ്റർ എവിടെ നിന്നെന്നറിയാമോ? സുഖമായിട്ട് പാലിയോട്ട് നിന്ന്. ശലോമൻ പാസ്റ്റർ വെള്ളറട, ഞാൻ ചാത്തന്നൂരും. കര ഉയരുന്നില്ലല്ലോ അമ്മേ. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റാൽ അവന് ചുറ്റും നിൽക്കുന്ന യഹൂദന്മാർ ഭയപരവശരായി തീരും. അവർ കാലൂന്നി നിന്നപ്പോൾ ഒരു ശബ്ദം അവിടെ കേട്ടു. അതിന് 3.5 വർഷം മുമ്പ് പാലിയോടൊരു ശബ്ദം കേൾക്കും. അതാ ഈ കൺവെൻഷൻ. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. ഇതാ കർത്താവിന്റെ വരവ്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഇവിടെ കയറി വരുവേ എന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അടുത്തത് അവർ മേഘത്തിൽ സ്വർഗ്ഗത്തിൽ അവർ കാലൂന്നി നിന്ന് മേഘത്തിൽ പോയി. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി ആ ശബ്ദം അവിടെ മുഴങ്ങുന്നതിന് 3.5 കൊല്ലം മുമ്പ് രക്ഷയുടെ പെട്ടകത്തിൽ കടന്നവരെ ചേർക്കുവാൻ കരമുയർത്തുന്നവർക്കായി ഒരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം ഈ തലമുറയിൽ അവനെ എതിരേൽക്കുവാൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി ആലിക്കോടെന്ന് കരമുയർത്തിയാട്ടെ. എല്ലാ കരങ്ങളും ഉയരട്ടെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. കരമുയർത്തുന്നവർക്കായി അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. ഇന്ന് രാത്രി ക്രൂശിന്റെ വചനം. കരമുയർത്തുന്നവർ, രക്ഷിക്കപ്പെട്ടവർക്ക്, നശിച്ചു പോകുന്നവർക്ക് ബോധത്ത്, രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾക്ക് ദൈവശക്തി. 9G ഇന്റർനെറ്റിനകത്ത് ഹാനോക്കും ഏലിയാവിൻ്റെ ശവം ഉയർത്തെഴുന്നേറ്റ് കാകളത്തിങ്കൽ
അവർ എടുക്കപ്പെടുന്നതിന് മുമ്പ് 3.5 കൊല്ലം മുമ്പ് തൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. അവസാനിപ്പിക്കാൻ പോവുക. രണ്ടാമത് രാത്രിയിൽ സത്യവചനം കർത്താവിൻ്റെ വരവ് ലോക സംഭവങ്ങളും ആലിക്കോടിനി ആർക്കും മിണ്ടാൻ പറ്റത്തില്ല. വചനം കേട്ടില്ലെന്ന് നിങ്ങൾ പറയരുത്. ഇന്നത്തെ ലോക സംഭവങ്ങളും കർത്താവിൻ്റെ വരവ് അടുക്ക് പണിയാട്ടി ഞാൻ പ്രസംഗിക്കുക. പണ്ടൊരിക്കൽ ഞാനിവിടെ വന്ന് ഇതുപോലെ കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ച പല കാര്യങ്ങളും നിങ്ങൾ വീണ്ടും പത്രത്തിലും ടി വിയിലും കണ്ടു. ഇനി പ്രസംഗിക്കുന്നതും കാണാൻ പോകുന്ന അങ്ങനെ ഒരു കാലത്തിലേക്ക്. ഇന്ന് രാത്രി കപ്പൽ മുങ്ങാറായി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ടൈറ്റാനിക് നാളെ രാത്രി പറയാം. ടൈറ്റാനിക്കിന്റെ പ്രത്യേകത എന്തായിരുന്നെന്ന് അറിയാമോ? 1910 ഏപ്രിൽ മാസം 10-ാം തീയതി യാത്രയായി. എവിടുന്ന്? സതാംപ്ടൺ തുറമുഖത്ത് നിന്ന്. എൻ്റെ പ്രസംഗം അതല്ല. 50,000 ഹോഴ്സ് പവറുള്ള എഞ്ചിനുള്ള ടൈറ്റാനിക്. അദ്ദേഹത്തിൻ്റെ പേര് ക്യാപ്റ്റൻ സ്മിത്ത്. 357 നീളം, 87 വീതി, 52 അടി ഉയരം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. സ്വത്രം. ടൈറ്റാനിക് കപ്പൽ കാട്ടും പാട്ടവുമായി 4-ാം ദിവസം നോക്കിയപ്പോൾ മഞ്ഞുമല. അസിസ്റ്റന്റ് ക്യാപ്റ്റൻ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അയ്യോ അതിനകത്ത് കപ്പലുള്ളവർ സാറേ മഞ്ഞുമല, അതിനകത്ത് പോകരുത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വത്രം. ഒന്നും നടക്കത്തില്ല, ദൈവം വിചാരിച്ചാലും നടക്കത്തില്ല. മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ടൈറ്റാനിക് യാത്രയെ ചെറുപ്പക്കാരാ നിങ്ങൾ കേൾക്കണം. അത് കന്നി യാത്രയിൽ ഹല്ലേലൂയ ഐസ് മലയിൽ ഇടിച്ച് അവിടെ തകർന്നു. സ്വത്രം. എൻ്റെ പ്രസംഗം അതല്ല. ടൈറ്റാനിക്ക് തകർന്നപ്പോൾ ഏറ്റവും മേളിലെ മെസ്സ് ചാപ്പാട് കഴിച്ചുകൊണ്ട് ഒരു ഇംഗ്ലീഷുകാരൻ അവിടെ നിൽപ്പുണ്ട്. അവൻ്റെ പിടി കിട്ടി. താഴെ അവൻ്റെ മുറിയുണ്ട് കപ്പലിനകത്ത്. $3 ലക്ഷം തലയുടെ കീഴിയിരിക്കുന്ന തലങ്ങടെ. അവൻ ആലോചിച്ചു, ഇപ്പം ഞാൻ ഓടിപ്പോയാൽ $1 എടുക്കാം. പക്ഷെ അവനെ വിചാരിച്ചു, ഞാൻ താഴെ പോകുമ്പോൾ കടൽ വെള്ളത്തിലായാൽ എനിക്ക് രക്ഷയില്ല. ആ സമയത്ത് അവൻ്റെ മുൻപിൽ ഒരു കാര്യം കണ്ടു. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഒരു ലൈഫ് ജാക്കറ്റ് അവിടെ കിടക്കുന്നു. മേശപ്പുറത്ത് 3 ഓറഞ്ച് പരിപ്പുണ്ട്. അവൻ ആ കഥ വായിച്ച് ഞാൻ കരഞ്ഞുപോയി. ആ 3 ഓറഞ്ച് പാൻറ്റിനകത്ത് എടുത്തിട്ട് ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് അവൻ വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ടു. ആ ഇംഗ്ലീഷുകാരൻ എഴുതിയതാ $3 ലക്ഷം വേണ്ടി കപ്പലിൻ്റെ അടിത്തട്ടി ഞാൻ പോയിരുന്നെങ്കിൽ അറ്റ്ലാന്റിക്കിലെ ഉപ്പുവെള്ളത്തിൽ ഞാൻ തീർന്നേന്. എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കണ്ടെങ്കിൽ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ 9ാമത് കൺവെൻഷൻ്റെ 2ാമത് രാത്രിയിൽ ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അപ്പച്ചാമച്ചി പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക സത്യ ദൈവം യേശു മാത്രം. ഉലകത്തിലെ മഹാന്മാരല്ല. ഇന്ന് രാത്രി കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ അരിമത്തേക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്ന അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ബലക്കറ്റ അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ 2ാമതും വരാറായി. ഇസ്രായേല്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നിർത്താം. ഒരു വാതിൽ പരിചയപ്പെടുത്തുന്നു. മത്തായി 7, 13, 14. 5 മിനിറ്റ് അധികമായി എങ്കിലും ഇന്ന് രാത്രി നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. വായിക്കാം ഒരു വാക്കൂടെ. മത്തായി 7, 13, 14 വാക്യങ്ങൾ വായിച്ചാട്ട് മക്കളെ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ. അയ്യോ ആലിക്കോടെ കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ചു പോകുന്ന നാശത്തിലേക്ക് പോകുന്ന വാതിൽ. വായിച്ചാട്ട് മോളെ. വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകമാകുന്നു. സ്വത്രം. എന്നാൽ ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അതിൽ കൂടി കടക്കുന്നവർ. വായിച്ചാട്ട് മക്കളെ. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. 99 ആടുകളെ വിട്ട് കാണാതെ പോയ ഒരാടിനെ തെരഞ്ഞു വന്ന നല്ല നാഥൻ ഈ കൺവെൻഷനകത്ത് നരകത്തിൻ്റെ വാതിലല്ല, ഇടുക്കുവാതിൽ കൂടി വേദനയോടെ കടക്കുന്നവരെ ചേർക്കാൻ വരാറായി. കരമുയർത്തുന്നവർക്കായി 99 ആടിനെ വിട്ട് കാണാതെ പോയ ആടിനെ തെരഞ്ഞു വന്ന നല്ല കർത്താവ് ഇന്ന് രാത്രി ഹൃദയത്തിൻ്റെ വാതിലുകൾ നിന്നെ മുട്ടി വിളിക്കുന്നു. നാളെ രാത്രി കൂടെ ഈ കൺവെൻഷനുള്ള മക്കളെ 9 വർഷമായി വചനം കേട്ടിട്ട് ഇന്ന് രാത്രി യേശുവിനെ കാണ്. കാൽവറിയിലെ ക്രൂശീകരണം എല്ലാവർക്കും അറിയാം. 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി ഒരുവനുണ്ടായിരുന്നു യൂദായ്ക്ക് എത്ര അവസരം കൊടുത്ത അമ്മാമ്മേ. ഇതാ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം. 5 അവസരം സ്വർഗം കൊടുത്തു. എന്നോട് കൂടെ താലത്തിൽ കൈമുക്കുന്നവൻ, എന്നോട് കൂടെ പന്തിയിലിരിക്കുന്നവൻ, ആ മനുഷ്യൻ ജനിക്കാതെ ഇരിക്കുന്നെങ്കിൽ 4ാമത് മനുഷ്യപുത്രനെ ചുംബനത്തിൽ കൂടെ കാണിച്ചു കൊടുക്കുന്ന കാൽവറി. എൻ്റെ നാഥൻ അവസാനമായി പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. 30 വെള്ളിക്കാശ് അക്കൽദാമയിൽ പുരോഹിതന്മാരുടെ മുൻപിൽ കൊണ്ടിട്ടിട്ട് അവന് കാൽവറി പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞെങ്കിൽ അവൻ്റെ മുൻപിൽ മരണമില്ലായിരുന്നു. സ്വത്രം. പുരോഹിതന്മാരുടെ മുൻപിൽ കാശ് വലിച്ചെറിഞ്ഞിട്ട് യൂദാ എവിടെ പോയെന്നറിയാമോ? സ്വത്രം.
ഒരു മരത്തിനകത്ത് കയറി. അവൻ കെട്ടിഞ്ഞാന്നു. മരക്കൊമ്പ് പൊട്ടിയോ എനിക്കറിയത്തില്ല. അവൻ താഴെ വീണ് അവൻ്റെ കുടൽമാല ചിതറി. വചനം കേൾക്കണം, അവസരം നഷ്ടപ്പെടുത്തരുത്. എന്നാൽ കാൽവറിയിൽ 2 കള്ളന്മാർ, അതിൽ ഒരു കള്ളൻ യേശുവിനെ പഴിച്ച്, അയ്യോ നീ രാജാവെങ്കിൽ നീ ആദ്യം താഴെ ഇറങ്ങ്, ഞങ്ങളെയും രക്ഷിക്കാൻ പറഞ്ഞു. മറ്റൊരു കള്ളൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കള്ളനോട് പറഞ്ഞു, മിണ്ടരുത്. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും അവനിൽ യാതൊരു കുറ്റവുമില്ല. നമ്മൾ കുറ്റം ചെയ്തതാ. അവൻ ആ വാക്ക് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മുഖത്ത് ഒന്നുകൂടെ നോക്കി. അവന് പിടികിട്ടി, യവൻ ഇവിടെ തീർന്നാലും ശലോമോൻ പാസ്റ്റർ രാജാവായിട്ട് അവൻ വരും. സ്വോത്രം. അതാ കാഴ്ചപ്പാട്. വചനം കേട്ടവൻ ചങ്കിനകത്ത് വചനം എടുത്തുകൊണ്ട് പറഞ്ഞു, യേശുവേ ഇപ്പോൾ വേണ്ട, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായ എന്നെയും ഓർക്കണമേ. യേശു പ്രാണനെ വിടുന്നതിന് മുമ്പ് ഞങ്ങളാ